കുത്തുബുസ്സമാൻ മമ്പുറം തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ കൊയിലാണ്ടിയിലായിരുന്നു. ആ കൊയിലാണ്ടിയിലുള്ള ഭാര്യയ്ക്ക് അസുഖമായി. ആളുകൾ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഭാര്യക്ക് സുഖമില്ല, അങ്ങൊന്ന് വരണം. മമ്പുറത്ത് 100,000 പ്രശ്നങ്ങളാണ്. വരാം, നാളെ വരാം, 2 ദിവസം കഴിഞ്ഞ് വരാം എന്നൊക്കെ നിലക്ക് തങ്ങൾ മമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താക്കി അതിനുശേഷം കൊയിലാണ്ടിലേക്ക് പോകാൻ എന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. പിന്നീട് കേട്ടു ആ ഭാര്യ മരണപ്പെട്ടു എന്ന വിവരം. ഞാൻ ഈ പറയുന്ന ചരിത്രം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിർത്തി കുറച്ചേരം നിർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആ മുസ്ലിയാര് മൂപ്പര് ഏതെങ്കിലും ഒരു കാലത്ത് എന്തിലെങ്കിലും ഒരു സത്യം എഴുതി വെച്ചതായിട്ട് ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇതുപോലെയുള്ള കള്ളക്കഥകൾ മാത്രമാണ് ആ മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് നിർത്തിയത്. ഇവരൊരു അയലക്കാട് ഉണ്ട്, ഒരു അയലക്കാട് പാപ്പ. മൂപ്പരെ കുറിച്ച് ഇതേപോലെ തന്നെ മനങ്ങിയ കള്ളക്കറാമത്ത്, പച്ചനൊണ, ബ്ലണ്ടർ. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന മമ്പുറം തങ്ങൾ റഹിമുല്ലാനെ കുറിച്ചാണ് ഈ പച്ചക്കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമ്പുറം തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഉണ്ടാവാത്ത കുറെ കാര്യങ്ങള് ആരോ പണ്ട് എഴുതി വെച്ചു, ഏതോ പാങ്ങിൽ എഴുതി വെച്ചു. ആ പാങ്ങിൽ എഴുതി വെച്ചത് ഈ പൊങ്ങന്മാര് പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നുള്ളതെന്ന് അറിയിക്കാനാണ് ബാക്കി പറയട്ടെ. അവിടുത്തെ മമ്പുറം തങ്ങളെ പേരിൽ അവർ രചിച്ച മൗലിദ് കിതാബിലുണ്ട്. അതാണ് തെളിവ്. മൗലൂദ് കിതാബിലുണ്ട് എന്നുള്ളതാണ്. മൗലൂദ് കിതാബ് തുടങ്ങുന്നത്, ഏതൊരു മൗലൂദ് കിതാബ് ആകട്ടെ, തുടങ്ങുന്നത് പച്ചക്കളവിലൂടെയാണ്. മങ്കൂസ് മൗലൂദ് ആണെങ്കിലും ഏത് മൗലൂദ് ആണെങ്കിലും, ഷറഫൽ അനാം ആണെങ്കിലും ജാല മുഹമ്മദ് ആണെങ്കിലും അതുപോലെ തന്നെ ബദറാണെങ്കിലും ബർസഞ്ചി ആണെങ്കിലും ഏത് മൗലൂദ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിൽ പറയുന്ന കള്ളക്കഥകളുടെ കൂമ്പാരമായിരിക്കും, ഘോഷയാത്രയായിരിക്കും. ഇതിലൊന്നും സംശയമില്ല സഹോദരന്മാരെ. പറയട്ടെ, ദാറുൽ ഹുദ ചമ്മാടിൽ നിറക്കുന്ന, ചമ്മാട് ദാറുൽ ഹുദയിൽ നിറക്കുന്ന മമ്പുറം തങ്ങൾ എന്ന മലയാള കൃതിയിൽ ഈ ചരിത്രം കാണാൻ കഴിയും. ദാറുൽ ഹുദ എന്ന് പറഞ്ഞാല് സമസ്ത വിഭാഗങ്ങള് ഈ മമ്പുറം തങ്ങളുടെ ജാറത്തിങ്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടുന്ന് ഇറങ്ങുന്നതെല്ലാം അത് മുത്തഫഖുൻ അലൈഹി ആണെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അവരിറക്കിയതിൽ കള്ളക്കഥ ഉണ്ടെങ്കിൽ അത് കള്ളക്കഥ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പറയൂ. നമ്മളെന്തോ വെറുതെ വിളിച്ചു പറയുകയല്ല. ഭാര്യ മരിച്ചു, ഉടനെ തന്നെ മമ്പുറം തങ്ങൾ കൊയിലാണ്ടിയിലേക്ക് പോയി. കൊയിലാണ്ടിയിൽ ചെന്നപ്പോ കുടുംബക്കാർക്ക് ഒരു വിമ്മിഷ്ടം. രോഗമായപ്പോ എത്തിയില്ലല്ലോ, ഇപ്പോഴാണോ കടന്നു വരുന്നത്? കുടുംബക്കാരല്ലേ അവര്. മമ്പുറം തങ്ങളോ വലിയ ആളൊക്കെ ആണെങ്കിലും കുടുംബക്കാരാ ഗർവ് കാണിച്ചിട്ട് തങ്ങളോട് ചില അത്ര യോജിപ്പില്ലാത്ത സംസാരങ്ങളൊക്കെ നടത്തി. ഈ സമയത്താണോ കടന്നു വരുന്നത്? ഉടനെ തന്നെ കുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മരിച്ചു കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ഈ രൂപത്തിൽ എന്നെ പറയിപ്പിച്ചിട്ട് വിഷമുണ്ടാക്കി നീ പോകാൻ പാടില്ല, എഴുന്നേൽക്കണം. അവിടുത്തെ വാക്കോടുകൂടി മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഹയാത്തായി. ഇത് പാങ്ങില് പറഞ്ഞാലും ഏത് പൊങ്ങം പറഞ്ഞാലും പച്ച നുണയാണ്. കാര്യം ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക ചരിത്രത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നമ്മൾ ഈ നിൽക്കുന്ന 2024 അവസാനത്തിൽ 25 തുടക്കത്തിൽ ഇതുവരെയും ഈസബിന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകൻ മാത്രമാണ് മരിച്ചൊരാളെ ജീവിപ്പിക്കുക എന്നുള്ള മുഅ്ജിസത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതും അള്ളാഹുവിന്റെ അനുമതിയോടെ പ്രവാചകന്മാർക്കുണ്ടാകുന്ന മുഅ്ജിസത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. മുഅ്ജിസത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. എന്നാൽ ഔലിയാക്കന്മാർക്കുള്ളത് കറാമത്താണ്. അത് അവര് ആഗ്രഹിക്കുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിച്ചാലും കിട്ടൂല. പിന്നെ മരിച്ച ആളെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ് പച്ച നോണയല്ലേ മൂല്യരെ നിങ്ങൾ ഈ തലയിൽ കെട്ടി വന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനായിട്ടാണ്? നിങ്ങളുടെ കാര്യലാഭത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടിയല്ലേ ഈ പച്ചക്കളവ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്? കുറച്ചും കൂടി പറയട്ടെ. നോക്കൂ നിങ്ങൾ, ഇതിവിടെ സ്ഥിരപ്പെട്ട ചരിത്രമാണ്. ആ ഭാര്യ പിന്നെ വർഷങ്ങൾ ജീവിച്ചു. അതിനുശേഷം അതിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് ലോകത്തറിയപ്പെട്ട സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങൾ. ചരിത്രമാണെന്നാ പറഞ്ഞത്. ഇവർക്ക് ഒരു ഫളുൽ പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന മമ്പുറം തങ്ങളുടെ ഒരു പ്രിയ മകനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ മറ്റു മക്കളെ കുറിച്ച് പേരൊന്നും അറിയില്ല. അപ്പോ ഫളുൽ പൂക്കോയ തങ്ങളുടെ ആ പേര് ഇതിലേക്കാണ് ചേർത്തു. എങ്ങനെ? മരിച്ചൊരു സ്ത്രീ പിന്നീട് ജീവിക്കുകയും പിന്നീട് ആ സ്ത്രീയിലൂടെ മമ്പുറം തങ്ങൾക്ക് ഒരു മോനെ കിട്ടുകയും ചെയ്തു എന്നുള്ള കഥയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ,
ഇസ്ലാമിക ലോകത്ത് പൊന്നുമോൻ അബ്ദുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൻ അബ്ദുള്ള റസൂലുള്ളാന്റെ മടിയിൽ കിടന്ന് വഫാത്തായിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് റസൂലുള്ള കണ്ണീർ വാർക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാതെ മറ്റു മക്കളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് വഫാത്തായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബിന്തു ഖുവൈലിദ്, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന് പറഞ്ഞ് നടന്നിരുന്ന, അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രണയിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന തന്റെ പ്രിയ പത്നി തന്നിൽ നിന്ന് വിട്ടകന്നു പോയി. അതുപോലെ തന്നെ എത്രയെത്ര ആളുകള് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പില് വഫാത്തായി പോയി. ഏതെങ്കിലും ഒരാളെ റസൂലുള്ള നീ ചെറുക്ക പറഞ്ഞിട്ട് നീപ്പിച്ചിട്ടുണ്ടോ? നീ ചുട്ടിയെ വാ, നീച്ചു വാ, ഇപ്പൊ മരിച്ചണ്ട, ഞാൻ പറയുമ്പോ മരിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? ഈ ആള് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാങ്ങിൽ എന്തെങ്കിലും പൊങ്ങത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പാടി നടക്കുകയാണോ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമാണോ? വേറെ 1,24,000 ചില്ലാനം പ്രവാചകന്മാരുണ്ട് എന്നാണല്ലോ കണക്ക് പറയാറുള്ളത്. അതില് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ് മരിച്ച വ്യക്തികൾക്ക് ജീവൻ നൽകുവാൻ അള്ളാഹുവിന്റെ അനുമതിയോടെ ശ്രമിച്ചിട്ടുള്ളത്. അതില് ഒരു സംസാരം മാത്രം, അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവാണ് നടത്തി കൊടുക്കുന്നത്. അപ്പോ പ്രിയമുള്ളവരെ, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്, മലായിക്കത്ത് മുഖേന ബന്ധമുണ്ട്. അവർക്ക് ഒരിക്കലും തട്ടപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള പ്രാർത്ഥന നാളെ മഹ്ശറയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പഠിക്കുന്ന ആളുകളെ നിങ്ങളെ ഇതുപോലെയുള്ള വിവരക്കേട് പറഞ്ഞുകൊണ്ട് ഇവര് വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള കള്ളക്കഥകൾ കൊണ്ട് ദീനിന് ഒരു ഗുണവുമില്ല. ഇവർക്ക് ചില ഗുണങ്ങളുണ്ട്. ഇവരുടെ ജാറങ്ങളിലേക്ക്, ഇവരുടെ അടുത്തേക്ക് ആളുകൾ വരികയും ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ ധനസമ്പാദനത്തിനും വേണ്ടി മാത്രമാണ് ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.